ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാവട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. നിങ്ങളോ റബ്ബി എന്ന് പേരെടുക്കരുത്, ഒരുത്തനത്രേ നിങ്ങളുടെ ഗുരു, നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ. ദൈവത്തെ സേവിക്കുന്നതിനും അവരുടെ നേതൃത്വത്തിന് കീഴിലുള്ള ആളുകളെ പരിപാലിക്കുന്നതിനും പകരം സ്വന്തം ശക്തിയിലും അധികാരത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച മതനേതാക്കളായ ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും യേശു കടുത്ത ശാസന നൽകുന്ന ഒരു ഭാഗമാണ് ഈ വാക്യം. ഈ അധ്യായത്തിൽ സ്ഥാനപ്പേരുകൾക്കും ബഹുമാനങ്ങൾക്കും വേണ്ടിയുള്ള ആഗ്രഹത്തിനെതിരായ യേശുവിൻ്റെ മുന്നറിയിപ്പിനെയാണ് നാം കാണുന്നത്. പകരം തൻ്റെ അനുയായികളോട് താഴ്മയുള്ളവരും ദാസന്മാരുമായിരിക്കുവാൻ യേശു നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. വിശ്വാസികൾക്കിടയിൽ വിനയത്തിൻ്റെയും സമത്വത്തിൻ്റെയും പ്രാധാന്യം അടിവരയിടുന്നതിനാൽ ഈ വാക്യത്തിന് ഒരു പ്രധാന അർത്ഥമുണ്ട്. അധികാരമോ ബഹുമാനമോ നേടരുതെന്ന് യേശു തൻ്റെ ശിഷ്യന്മാരെ ഉദ്ബോധിപ്പിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഗുരു അല്ലെങ്കിൽ യജമാനൻ എന്നർത്ഥമുള്ള റബ്ബി എന്ന പദവി യഹൂദ മതനേതാക്കന്മാരെ ബഹുമാനിക്കുന്ന ഒരു പദമായിരുന്നു. അത്തരം സ്ഥാനപ്പേരുകൾ തേടരുതെന്ന് അവരോട് പറയുന്നതിലൂടെ യേശു തൻ്റെ അനുയായികൾക്കിടയിൽ സമത്വബോധം വളർത്തുകയായിരുന്നു. എല്ലാ വിശ്വാസികളും തുല്യരാണെന്നും ക്രിസ്തുവിൽ സഹോദരീ സഹോദരന്മാരായി പരസ്പരം സേവിക്കണമെന്നും ഊന്നിപ്പറയുവാൻ സഭയ്ക്കുള്ളിൽ ഒരു ശ്രേണിയുടെ വികസനം തടയാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഈ വാക്യത്തിൻ്റെ പൂർണ്ണമായ സ്വാധീനം മനസ്സിലാക്കുവാൻ ഇതിൻ്റെ സന്ദർഭം വളരെ പ്രധാനമാണ്. മുൻ വാക്യങ്ങളിൽ യേശു ശാസ്ത്രിമാരെയും പരീശന്മാരെയും അവരുടെ കാപട്യത്തെയും സ്വയനീതിയെയും കുറ്റം വിധിക്കുന്നു. മറ്റുള്ളവർക്ക് കാണുവാൻ വേണ്ടി മതപരമായ പ്രവർത്തനങ്ങൾ നടത്തുകയും മറ്റുള്ളവരെക്കാൾ സ്വയം ഉയർത്തുകയും ചെയ്യുന്നതിനെ അദ്ദേഹം വിമർശിക്കുന്നു. അവൻ തൻ്റെ ശിഷ്യന്മാർക്കും ജനക്കൂട്ടത്തിനും അവരുടെ കാപട്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും അവരുടെ മാതൃക പിന്തുടരരുത് എന്ന് അവരോട് പറയുകയും ചെയ്യുന്നു. തുടർന്ന് ദൈവത്തിൻ്റെ യഥാർത്ഥ അനുഗാമികൾ എന്ന നിലയിൽ അവർ എങ്ങനെ പെരുമാറണമെന്ന് യേശു പ്രത്യേക നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ വിശാലമായ സന്ദർഭത്തിൽ യേശു തൻ്റെ കാലത്തെ മതനേതാക്കളുമായി നടത്തുന്ന പഠിപ്പിക്കലുകളുടെയും ഏറ്റുമുട്ടലുകളുടെയും ഒരു പരമ്പരയുടെ ഭാഗമാണ് ഈ വാക്യം. സുവിശേഷത്തിലുടനീളം എളിമയുടെയും സേവനത്തിൻ്റെയും മറ്റുള്ളവരോടുള്ള സ്നേഹത്തിൻ്റെയും പ്രാധാന്യം യേശു ആവർത്തിച്ച് പറഞ്ഞു തരുന്നു. ഈ വാക്യം ഈ വിഷയങ്ങളുമായി വളരെയധികം പൊരുത്തപ്പെടുന്നുണ്ട്. ക്രിസ്ത്യൻ സമൂഹത്തിലെ നേതാക്കൾ അധികാരമോ പദവിയോ അന്വേഷിക്കരുത്, പകരം തങ്ങളുടെ സഹവിശ്വാസികളെ സേവിക്കുന്നതിനും ഉയർത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന ആശയത്തെ ഇവിടെ ശക്തിപ്പെടുത്തുകയാണ്. ഈ വാക്യം യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ പ്രതിനിധീകരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളെ പ്രതിഫലിക്കുന്നു. തന്നെ യജമാനൻ എന്നും തൻ്റെ അനുയായികളെ സഹോദരന്മാർ എന്നും വിളിക്കുമ്പോൾ ജ്ഞാനത്തിൻ്റെ ആത്യന്തിക അധികാരവും ഉറവിടവും താനാണെന്നും തൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും തുല്യരാണെന്നും യേശു തൻ്റെ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്നു. സഹോദരന്മാർ എന്ന പദം സഭയുടെ കുടുംബപരവും സാമുദായികപരവുമായ സ്വഭാവത്തെ ചൂണ്ടിക്കാണിക്കുന്നു. അവിടെ എല്ലാ വിശ്വാസികളും ഒരേ ആത്മീയ കുടുംബത്തിൻ്റെ ഭാഗമാണ്. ഈ വാക്യം ഇന്നത്തെ ക്രിസ്ത്യൻ സഭയ്ക്ക് വിശാലമായ ഒരു പ്രയോഗമാണ് നൽകുന്നത്. എളിമയും സമത്വവും ദാസത്വവും അവരുടെ മനോഭാവങ്ങളിലും പ്രവർത്തനങ്ങളിലും കേന്ദ്രീകരിക്കണമെന്ന് സഭാ നേതാക്കൾക്കും എല്ലാ വിശ്വാസികൾക്കും ഒരു ഓർമ്മപ്പെടുത്തലായി ഇത് പ്രവർത്തിക്കുന്നു. സഭയ്ക്കുള്ള സ്ഥാനപ്പേരുകളും പദവികളും തേടുക എന്ന ആശയത്തെ ഇത് വെല്ലുവിളിക്കുകയും വിശ്വാസികൾക്കിടയിൽ സഹകരണത്തിൻ്റെയും പരസ്പര പിന്തുണയുടെയും മനോഭാവത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. മത്തായി 23:8 ക്രിസ്ത്യൻ സമൂഹത്തിനുള്ളിലെ താഴ്മയുടെയും സമത്വത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചുള്ള ശക്തമായ സന്ദേശമാണ് നൽകുന്നത്. സ്ഥാനപ്പേരുകളും അധികാരസ്ഥാനങ്ങളും തേടുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് സേവക നേതൃത്വത്തിൻ്റെയും വിശ്വാസികൾക്കിടയിൽ പരസ്പര ബഹുമാനത്തിൻ്റെയും ആവശ്യകത യേശു ഊന്നിപ്പറയുന്നു. യേശു പഠിപ്പിച്ച ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന വിനയത്തിനും പരസ്പര പരിപാലനത്തിനും മുൻഗണന നൽകാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി ഈ വാക്യം പ്രവർത്തിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ.